കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി 45 വയസ്സുള്ള ഹരികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 100ഓളം CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസിന് പ്രതിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികനെയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയോടെ ദുരൂഹ സാഹചര്യത്തിൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടക്കുന്ന തലേദിവസം ഹരികൃഷ്ണൻ കുളപ്പുള്ളി ബീവറേജിൽ പോയി മദ്യം വാങ്ങിച്ച ശേഷം മദ്യപിക്കുകയും തുടർന്ന് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ എത്തുകയുമായിരുന്നു. ഇതിനിടെയാണ് പ്രതിയായ ഹരികൃഷ്ണൻ മുരുകനെ കാണാൻ ഇടയായത്. ബസ് സ്റ്റാൻഡിൽ വിശ്രമിക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയായ മുരുകനെ കാണുകയും ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതി മുരുകനെ മർദ്ദിച്ച് അവശനാക്കുകയും കയ്യിൽ കിട്ടിയ വലിയ കല്ല് ഉപയോഗിച്ച് മുരുകന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് 9 മണിയോടുകൂടി പ്രതിയായ ഹരികൃഷ്ണൻ പുറത്തേക്കിറങ്ങി ബസ്സിൽ കയറി പട്ടാമ്പിയിലേക്കും അവിടുന്ന് നേരെ പെരിന്തൽമണ്ണയിലേക്കും പോകുകയായിരുന്നു. 2 ദിവസം അലഞ്ഞു തിരിഞ്ഞു നടന്ന പ്രതിയെ വ്യാഴാഴ്ച അങ്ങാടിപ്പുറത്തു നിന്നും പോലീസ് പിടികൂടി. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണം ഷൊർണൂർ DYSP സജു കെ എബ്രഹാം, CI വിഷ്ണു, SI അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡ് പെരിന്തൽമണ്ണ പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.